നമ്മുടെ ജീവിതത്തെ ഉത്കൃഷ്ടമാക്കുന്നതും അതുപോലെ അധപ്പതിപ്പിക്കുന്നതും വാസ്തവത്തിൽ എന്താണ്, ആരാണ്? നമ്മൾ പലപ്പോഴും അതിന് ഉത്തരം കണ്ടെത്തുക നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾ, നാം ആരുടെയൊക്കെ കൂടെ ജീവിക്കുന്നു അവര്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ ശമ്പളം, നമുക്ക് ഉള്ള അറിവ്, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം താഴാനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എത്താത്തതിനോ കാരണം കണ്ടെത്തുക ഇതൊക്കെയാണ്. പക്ഷെ നമ്മൾ ആധ്യാത്മിക തലത്തിൽ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക ഇതൊന്നും അല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തെ തകർക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത് മുഴുവൻ, അയാളെ ഉയർത്തുന്നത് മുഴുവൻ അയാളിലെ സ്വഭാവം തന്നെയാണ്. എന്ന് വെച്ചാൽ അയാളുടെ മനസ്സ് തന്നെയാണ്. ഭാരതീയ ഋഷീശ്വരന്മാർക്ക് പറയാനുള്ളത് മനയേവ, മന എന്ന് പറഞ്ഞാൽ വീടിന് ഒരർത്ഥമുണ്ട്. മന എന്ന് കന്നഡയിൽ പറയും മന കെട്ടി നോടിന്ന്, മതുവേ ആക്കി നോടിന്ന്. അപ്പൊ മന എന്ന് പറഞ്ഞാൽ വീട് എന്നല്ല അർത്ഥം. മന എന്ന് പറഞ്ഞാൽ മനസ്സ്. മനയേവ മനുഷ്യാണാം, മനസ്സ് തന്നെയാണ് മനുഷ്യർക്ക് ബന്ധമോക്ഷയോ കാരണം. മോക്ഷം എന്ന് പറഞ്ഞാൽ അവനെ ഉത്കൃഷ്ടനാക്കുന്നതിനും അവനെ താഴ്ത്തുന്നതിനും കാരണം അവന്റെ മനസ്സാണ്. ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അപ്പോഴേ നമുക്ക് ഉയർച്ചയുള്ളൂ. അപ്പൊ ഒരു വ്യക്തിക്ക് എന്തെല്ലാം വേണം, എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് അത് നമ്മൾ അറിയണമെങ്കിൽ അതിന് നമ്മൾ ശാസ്ത്രങ്ങൾ പഠിക്കുക വേണം. എന്ത് പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഭാരതത്തിലൊക്കെ എന്ത് പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകള് അമ്പലങ്ങളിൽ പോവും, ഒരുപക്ഷെ വീട്ടിലിരുന്ന് നാമം ജപിക്കുന്നുണ്ടാവും, കുറെ സഹസ്രനാമങ്ങളോ അങ്ങനെയൊക്കെ ജപിക്കുന്നുണ്ടാവും. അപ്പോഴും അവർ പറയുക, മനസ്സിലാക്കുന്നത് എനിക്ക് ദൈവത്തെക്കുറിച്ചൊക്കെ അറിയാം, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നാണ്. പക്ഷെ ദൈവത്തെക്കുറിച്ച് അറിയാന്ന് പറയുമ്പം അവര് ദൈവം എന്ന് പറയുന്നത് ഏതോ ക്ഷേത്രത്തിലിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ സങ്കല്പത്തിലിരിക്കുന്ന ഏതോ രൂപത്തെയാണ്. ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ മാത്രമാണ് ദൈവം എന്ന് പറയുന്നത് തന്നിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് നമ്മൾ അറിയുന്നത്. അതുവരെ നമുക്ക് ദൈവം എന്ന് പറയുന്നത് നമ്മളിൽ നിന്നും അന്യമായിരിക്കുന്നതാണ്. അങ്ങനെയല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ശാസ്ത്ര പഠനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ പലരും മനസ്സിലാക്കുന്നത് ഇതൊക്കെ കുട്ടിക്കാലം മുതലേ നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തെ കുറേയും കൂടി നമുക്ക് മാറ്റിയെടുക്കാമായിരുന്നു. ഇപ്പൊ എന്തൊക്കെയാ നമുക്ക് മാറ്റം വരേണ്ടത്? പലപ്പോഴും നമ്മൾ വീടുകളിൽ പറഞ്ഞു കേൾക്കാറ്, നിന്റെ ഒന്നും സ്വഭാവം ശരിയില്ലടാണ്, നീ ഇങ്ങനെയൊന്നും അല്ല പെരുമാറേണ്ടത്. അപ്പൊ ഏത് പെരുമാറ്റാണ് നമുക്ക് വേണ്ടത്? നമ്മൾ നല്ലതെന്ന് പറയുന്നത് ലോകത്തിൽ ഒരുപക്ഷെ ചീത്തയായിരിക്കാം. നിങ്ങൾ സ്വന്തം കുട്ടിയുടെ കാര്യം തന്നെ നോക്കൂ. നിങ്ങൾ അതിനെ എങ്ങോട്ടും പറഞ്ഞേക്കില്ല, വീട്ടിൽ വളരെ അച്ചടക്കത്തോട് ഒതുക്കത്തോടുകൂടി വളർത്തിക്കഴിഞ്ഞാൽ നാളെ അത് സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സമൂഹത്തിലുള്ളവരെന്താ പറയാ? നല്ല ജീവിതം എന്നാണോ പറയാ, ചീത്ത ജീവിതം എന്നാണോ പറയാ? ഓവറായിട്ടുള്ള ഒതുക്കവും ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കാത്തൊരു വ്യക്തിത്വമാണ് ഒരു കുട്ടിയിൽ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നെങ്കിൽ അത് നല്ലതാവോ ചീത്തയാവോ? ചീത്തയാവും. അപ്പോൾ സമൂഹത്തിൽ എപ്പോഴും അങ്ങനെയാണ്. നല്ലോണം വസ്ത്രം ധരിച്ചിട്ടാണ് പഠിപ്പിച്ചതെങ്കിൽ ചീത്തവരാണ് അവര്. കുറച്ചേ വസ്ത്രം ധരിച്ചുള്ളൂ എങ്കിലോ അത് നല്ലതാണ്. കാരണം സമൂഹത്തിന് അങ്ങനെയൊക്കെയാണ് സ്വഭാവം എന്ന് പറയുന്നത്. എല്ലാ തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ക്ലവർ ആണെങ്കിൽ, സ്മാർട്ട് ആണെങ്കിൽ അവൻ കഴിവുള്ളവനാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ഉണ്ടല്ലോ ഒരു സ്ഥലത്ത് നമ്മൾ മനസ്സിലാക്കുന്നതല്ല മറ്റൊടുത്താവുന്നത് അല്ലേ? മൊത്തം നമ്മൾ നോക്കുമ്പോൾ പണ്ട് കാലത്ത് നമ്മൾ സ്ത്രീകൾ സൗന്ദര്യം എന്ന് പറയുന്നത്, വസ്ത്രധാരണം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയതാണോ ഇപ്പോഴത്തെ ധാരണ? നോക്ക് ഇത്ര വ്യത്യാസം വന്നുള്ളത്. അങ്ങനെയൊക്കെ ഉള്ളൊരു മാറ്റം ഈ സമൂഹത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ എവിടെയാണ് മാറ്റം വരേണ്ടത്? ഭാഗവതത്തിന് പറയാനുള്ളത് നമ്മുടെ വ്യക്തിത്വത്തിൽ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് വിവേകമുണ്ടാവണം എന്ന് പറയണം. ഏറ്റവും വലുതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വിവേകം. അതില്ലെങ്കിൽ പിന്നെ അവനെ മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റില്ല. അവനെ മനുഷ്യരൂപേണ മൃഗം ചരന്തി. എന്താ വിവേകം എന്ന് പറയുന്നത്? എന്താ വിവേകം എന്ന് പറഞ്ഞാൽ അർത്ഥം? വിവേകം എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് വന്നു, എന്നെ ആര് നിലനിർത്തുന്നു, എനിക്ക് എങ്ങോട്ടാണ് എത്തിച്ചേരാനുള്ളത്, ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത. അത് കുട്ടിക്കാലത്തെ ഉണ്ടെങ്കിൽ നമ്മളെ വഴിതെറ്റിക്കാൻ ഒരാൾക്ക് സാധിക്കുമോ? സമൂഹത്തിന് സാധിക്കുമോ?
ഉണ്ടോ ഇല്ലയോ? അത് നമുക്കാരും പറഞ്ഞു തരാനില്ല. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ടെങ്കിലും തൊഴുന്നുണ്ടെങ്കിലും എന്താണ് ജീവിതത്തിന്റെ ഉദ്ദേശമെന്ന് ആരും പറഞ്ഞു തരുന്നില്ല. അതുകൊണ്ട് ഭാഗവതം പറയുന്നു, ഒരു വ്യക്തിക്ക് ഏറ്റവും വേണ്ടുന്ന സമ്പത്ത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവേകമാണ്. അപ്പൊ നമുക്ക് ആ വിവേകം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അതിന് നമ്മൾ സജ്ജനങ്ങളുമായിട്ട് സമ്പർക്കം ഉണ്ടാവണം. ഇതാണ് രഘുഗണ രാജാവിനോട് ഭടഭരതൻ പറയുന്നത്. രാജൻ, അങ്ങ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും രഘുഗണ ഏതൽ തപസന്നയാദി ന ചേച്ചയാ നിർവപണൽ ഗൃഹത്വ ന ചന്ദസാനൈവ ജലാഗ്നിസൂരി വിനാമഹൽപാദ രജോഭിഷേകം. കാരണം സമൂഹം എന്ന് പറയുന്നത് നമ്മളെ വഴിതെറ്റിച്ചുകൊണ്ടാണ് ഈ സമൂഹം നമ്മളെ കൊണ്ടുപോകുന്നത്. ഉപനിഷത്തിൽ പറയും, മുണ്ടകോപനിഷത്തിൽ പറയും, അവിദ്യയാ മന്ധരേ വർത്തമാനം സ്വയം ധീരാ പണ്ഡിതം മന്യമാന ജങ്കന്യമാന പര്യന്തി മൂഢാം അന്തേനൈവ നിയമാനായദാന്ത. അവിദ്യയാ മന്ധരേ വർത്തമാന. ഭൂരിപക്ഷം ആളുകളും അവിവേകത്തിലാണ് ജീവിക്കുന്നത്. അവർ ജീവിക്കുന്നതും അവിവേകത്തിലാണ്. അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും അവിവേകം തന്നെയാണ്. നമ്മുടെ ഓൾ വിദ്യാഭ്യാസം എടുത്തു നോക്കൂ നിങ്ങൾ, ഓൾ പൊളിറ്റിക്സ് എടുത്തു നോക്കൂ നിങ്ങൾ, ഏത് പൊളിറ്റിക്സ് ആയിക്കോട്ടെ. ഞാൻ ഒരു പൊളിറ്റിക്സിലും ഗ്രേറ്റ്നെസ് കാണുന്നില്ല. ഇപ്പോഴത്തെ ഇലക്ഷനൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എങ്ങോട്ടാണ് സൊസൈറ്റി അവർ ഗൈഡ് ചെയ്യുന്നത്. മോസ്റ്റ് കറപ്ഷനും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ വരാൻ കാരണം അവിദ്യ മന്ധരേ വർത്തമാന. അവരുറപ്പിച്ചിരിക്കുന്നത് മനുഷ്യൻ വന്നിരിക്കുന്നത് സുഖത്തിൽ നിന്നാണ്, മനുഷ്യൻ ജീവിക്കുന്നത് സുഖത്തിലാണ്, മനുഷ്യൻ ജീവിക്കേണ്ടതും സുഖത്തിലാണ്. എവിടുന്ന് കിട്ടും ഈ സുഖം? നീ സമ്പത്താർജിക്കൂ, ലൗകികമായിട്ടുള്ള ഭൗതികമായ സാമഗ്രികൾ വർദ്ധിപ്പിക്കൂ, എന്താ നിനക്ക് സുഖം കിട്ടുന്നത്. പക്ഷേ ഇവര് കുറച്ചു കഴിഞ്ഞാൽ ഇവര് തന്നെ പറയുന്നു, ഈ ഭോഗസുഖങ്ങളൊക്കെ മനുഷ്യനെ എത്തിച്ചിരിക്കുന്നത് സുഖങ്ങളിലേക്കല്ല, ശാന്തിയിലേക്കല്ല, സ്വസ്ഥതയിലേക്കല്ല. അവനെ എത്തിച്ചിരിക്കുന്നത് രോഗങ്ങളിലേക്കും അസ്വസ്ഥതകളിലേക്കാണ്. ശരിയാണോ? അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അമേരിക്കയിലുള്ളവരൊക്കെ ഇവിടെ വരൂ, ഇന്ത്യയിൽ ആധ്യാത്മിക അഭ്യസിക്കാൻ വേണ്ടി വരൂ. ഓരോ ആശ്രമങ്ങളിൽ നിങ്ങൾ കയറി നോക്കൂ, എത്ര 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 വിദേശികളാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം പഠിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോ നമ്മുടെ ഋഷീശ്വരന്മാര് നമ്മളോട് പറയുന്നു, ഇവരുടെ പിന്നാലെ നമ്മൾ പോവരുത്. കാരണം അവിദ്യയാ മന്ധരേ വർത്തമാന സ്വയം ധീര പണ്ഡിതം മന്യമാന. അവര് പറയുന്നു, ഇതാണ് ജീവിതം, ഇതാണ് നമ്മളെ ധീരനാക്കുന്നത്. പണത്തിന്റെ മുകളിൽ പരുന്തും പറക്കുന്നു, പണമില്ലാത്തവൻ പിണമാണ്, എന്തെല്ലാം എന്തെല്ലാം സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ കേൾക്കാറ്. എന്നാൽ പണമില്ലാത്തവർ ജീവിക്കുന്നില്ലേ? ഇല്ലേ? അല്ല സ്വാമി, ഇതൊക്കെ ഇവിടെ പ്രസംഗിക്കാൻ പറ്റുമെന്ന്. റോട്ടിൽ ഇറങ്ങി നോക്കും, ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അവനോട് പറയാണ്, പണമില്ലാത്തവർ ജീവിക്കണ്ടല്ലോ സുഹൃത്തെ എന്ന് പറഞ്ഞാൽ അവിടെ ജീവിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾക്ക് സമൂഹത്തിൽ ജീവിക്കാൻ പണം വേണം, പക്ഷെ ജീവിക്കാൻ പണം വേണോ? അതാ ചോദ്യം. ഇഫ് യു വാണ്ട് ടു ബിക്കം എ പാർട്ട് ഓഫ് സൊസൈറ്റി, നിങ്ങൾക്ക് പണം വേണം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ജീവിതം നിലനിർത്താൻ പണം വേണോ? പണമില്ലാത്തവർ ജീവിതം നിലനിർത്തുന്നില്ലേ? ഇല്ലേ? നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാം. ഞാൻ എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട്, ഒരു പണം പോലും തൊടാതെ ജീവിക്കുന്ന ആളുകൾ. കണ്ണുകൊണ്ട് കണ്ടിട്ട്, നഗ്ന നേത്രം കൊണ്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരുണ്ട്. നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കരുത്, പണം ഉണ്ടെങ്കിലാണ് ജീവിതം എന്ന്. പണം തൊടാത്ത ആശ്രമങ്ങളുണ്ട്, അതറിയും നിങ്ങൾക്ക്. കൈകൊണ്ട് പണം തൊടാത്ത ആശ്രമങ്ങളുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഭാഗവതാദി ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഇത് കഥയല്ല, ഇത് വെറും ഒരു കെട്ടുകഥയല്ല, ഇത് നമ്മുടെ ജീവിതത്തെ ഉയർത്തുന്ന ഒരു ശാസ്ത്രമാണ്. നമുക്കൊരു വ്യക്തത തരികയാണ്. നമ്മുടെ ശരീരം വന്നിരിക്കുന്നത് പ്രകൃതിയിൽ നിന്നാണ്. നിങ്ങൾ എന്തെല്ലാം തരത്തിൽ ധൂർത്തടിച്ച് ജീവിച്ചാലും, കുത്തഴിഞ്ഞ് ജീവിച്ചാലും, ഏത് തരത്തിൽ ജീവിച്ചാലും, നല്ല രീതിയിൽ ജീവിച്ചവനും ചീത്ത രീതിയിൽ ജീവിച്ചാലും ഈ ശരീരം പോകുന്നത് മണ്ണിലേക്കാണ്. ഏത് പണക്കാരന്റെ ജീവിതവും യാചകന്റെ ജീവിതവും, ഇത് ശരീരം പ്രകൃതിയിൽ നിന്ന് വന്നത്. അന്നാൻ ഭവന്തി ഭൂതാനി, ഈ ഭൂതങ്ങളൊക്കെ അന്നത്തിൽ നിന്നാണ് വന്നെങ്കിൽ അന്നേന പ്രവിശന്തി, അന്നത്തിലേക്ക് തന്നെ പ്രവേശിക്കും അത്. എന്നാൽ പ്രശ്നം അവിടെയല്ല ഇരിക്കുന്നത്. പ്രശ്നങ്ങളൊക്കെ ഇരിക്കുന്നത് നമ്മുടെ മനസ്സിൽ തന്നെയാണ്. അപ്പോൾ പണ്ടുള്ളവർ നമുക്ക് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്
നിങ്ങൾക്ക് ഈ ലൗകിക ജീവിതത്തിന്റെ ഭോഗം കൊണ്ട് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ കുറച്ച് സാധിച്ചാലും അതിന്റെ എല്ലാം സംസ്കാരങ്ങൾ മനസ്സിൽ ഉറങ്ങിക്കിടക്കും. അത് വീണ്ടും തൃപ്തിപ്പെടുത്താൻ വീണ്ടും നിങ്ങൾ ശരീരങ്ങൾ എടുത്തു വരും. ഇതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല. അപ്പൊ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന് പറയുന്നത് മനസ്സിനെ ക്രമേണ ഉയർത്തലാണ്. എങ്ങോട്ട് ഉയർത്തണം? അപ്പോഴാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് വന്നിരിക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിൽ നിന്നാണ്. ഇതിനെ നിലനിർത്തുന്നതും ഒരു ചൈതന്യമാണ്. അതുകൊണ്ട് അതിന് തിരിച്ചു പോവേണ്ടതും. അങ്ങനെ നമ്മൾ മനസ്സിനെ ക്രമേണ സ്ഥൂല വസ്തുക്കളിൽ നിന്നും സൂക്ഷ്മതയിലേക്ക് നയിക്കണം. അങ്ങനെ നയിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? അതിലാദ്യം വേണ്ടത് വിവേകമാണ്. രണ്ടാമത് വേണ്ടത് വിനയമാണ്. വിവേകവും വിനയവും. ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ, ഇന്നത്തെ നമ്മൾ പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവിവേകവും അവിനയവുമാണ്. പഠിക്കും തോറും ഇന്നത്തെ കുട്ടികൾക്ക് വിനയം കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത്? കുറയുന്നതാണ് നമ്മൾ കാണുന്നത്, അല്ലേ? ശരിയല്ലേ? പ്രായമായിട്ടുള്ളവരോട് കാണിക്കുന്ന ക്രൂരതകളൊക്കെ കൂടി വരില്ലേ? കല്യാണം കഴിഞ്ഞ് കുറെ സമ്പത്ത് വർദ്ധിക്കുമ്പോഴേക്കും അച്ഛനും അമ്മയൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്ന ഒരു സംസ്കാരത്തിലേക്കാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന് ബില്ല് കൊണ്ടുവരേണ്ടി വന്നു, അച്ഛനെ അമ്മയെ നോക്കണം എന്നുള്ളത്. അച്ഛന്റെ അമ്മയുടെ നിന്ന് പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു ബില്ല് കൊണ്ടുവരേണ്ടി വന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ്? വിനയമില്ലായ്മയാണ്. അപ്പൊ ഈ വിനയം ഉണ്ടാവണം. അതെങ്ങനെ കിട്ടും? ഈ വിനയം എന്ന് പറയുന്നത് അതാര് തരും? അത് താനെ വരുമോ വിനയം? ഇല്ല. വിവേകത്തിൽ നിന്നേ വിനയം വരുള്ളൂ. ഗീതയിൽ എത്ര വ്യക്തമായിട്ടാണ് കൃഷ്ണൻ പറയുന്നത്? വിദ്യാ വിനയസമ്പന്നേ. എവിടുന്നാ വരുന്നത്? വിദ്യാ വിനയസമ്പന്നേ. വിദ്യയിൽ നിന്ന് വിനയം വരും, വിവേകത്തിൽ നിന്ന് വിനയം വരും. വിനയം എന്ന് പറഞ്ഞാൽ അർത്ഥം തല കുനിക്കുക എന്നല്ല അർത്ഥം. വിനയം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന തലത്തിലിരിക്കുന്നവർ പോലും അവർ പറയുന്നത് പോലും കേൾക്കാനുള്ള ക്ഷമയും മനസ്സും, അതുപോലെ തന്നെ അവരെ പോലും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു മനസ്സുമാണ് വിനയം എന്ന് പറയുന്നത്. ശ്രീരാമസ്വാമി സീതാദേവിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഖ്യം ചെയ്യുന്നത് ആരോടാണ്? മനുഷ്യരോടായിരുന്നില്ലല്ലോ, വാനരന്മാരോടാണ്. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമത്? എത്രയോ ബുദ്ധിമാനായ കഴിവുള്ള ഒരു ശ്രീരാമസ്വാമി തന്റെ ഭാര്യയെ വീണ്ടെടുക്കാൻ മൃഗങ്ങളായിരിക്കുന്ന വാനരന്മാരോട് കൂട്ടുചേരുന്നത്. പക്ഷെ ശ്രീരാമസ്വാമിക്ക് അത് സാധിച്ചു. ആ മൃഗങ്ങളുടെ തലത്തിലേക്ക് താഴ്ന്നു പോവാന്ന് പറഞ്ഞാൽ അവരുടെ ലെവലിലേക്ക് പോയി തന്റെ ജീവിതം നശിപ്പിക്കലല്ല, അവര് പറയുന്നത് മനസ്സിലാക്കാനും അവരെ തന്റെ തലങ്ങളിലേക്ക്, തന്റെ കാര്യങ്ങളിലേക്ക്, ആ നേട്ടങ്ങളിലേക്ക് അവരെ കൊണ്ടുവരാനും ശ്രീരാമസ്വാമിക്ക് സാധിച്ചു. അതാണ് വിനയം എന്ന് പറയുന്നത്. അപ്രകാരം റെസ്പെക്ട് ചെയ്യേണ്ടടുത്ത് റെസ്പെക്ട് ചെയ്യാനും, സ്നേഹം കാണിക്കേണ്ടടുത്ത് സ്നേഹം കാണിക്കാനും ഈ ഒരു മനസ്സ് നമുക്ക് വന്നാൽ ഏത് മേഖലകളിലും നാം വിജയിക്കുന്നവരാണ്. നമുക്ക് എത്രയോ വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കാര്യം ഒന്ന് താഴാൻ സാധിച്ചാൽ സാധിക്കുന്നവരെയാണ്. പലപ്പോഴും നോക്കും നിങ്ങൾ, കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നത്, ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാം എന്തുകൊണ്ടാണെന്നറിയോ? ഈ വിനയമില്ലായ്മയുണ്ടാണ്. അത് നമുക്കുണ്ടാവണമെങ്കിൽ അതിനെന്ത് വേണം? വിനാമഹൽപാദ രജോഭിഷേകം. എങ്ങോട്ട് തന്നെ പോണം? സത്സംഗങ്ങളിലേക്ക് പോകണം. അപ്പൊ കുട്ടികളെ നമ്മൾ ആ രീതിയിൽ വാർത്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സമൂഹത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നല്ലൊരു കുടുംബ ബന്ധം, നല്ലൊരു സമൂഹം, അതിന് ഇത് തന്നെയാണ് മാർഗം എന്നിവിടെ പറഞ്ഞതിന് ശേഷം ഇനി അതിനെ ഒന്നുകൂടി വിസ്തരിക്കുകയാണ് 14-ാമത്തെ അധ്യായത്തിൽ. അവിടെ നേരത്തെ ഭവാടവിയെ കുറിച്ച് പറഞ്ഞപ്പോ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ദേഹാത്മമാനിനം യേഷ ദേഹാത്മമാനിനം സത്വാദിഗുണ വിശേഷ വികൽപ്പിത കുശല സമവഹാര വിനിർമ്മിത വിദിത ദേഹാവലിഭി വിയോഗ സംയോഗാദി അനാദി സംസാരാനുഭവസ്യ ദ്വാരഭൂതേന ഷഡിന്ദ്രിയവർഗേന തസ്മിൻ ദുർഗാദ്വദ സുഖമേ ത്വന്യാപതിത ഈശ്വരസ്യ ഭഗവതോ വിഷ്ണോർവശവത്തിന്യാമായ ജീവലോകോയം. ഇപ്രകാരം പറഞ്ഞു പോവുകയാണ്. ദേഹാത്മമാനിനം. അങ്ങനെ നമ്മൾ വിവേകം നഷ്ടപ്പെട്ട് സാധനകളൊന്നും ചെയ്യാതെ, നേരത്തെ പറഞ്ഞു, ഒന്ന് വിവേകം വേണം, 2 വിനയം വേണം. ഇതിലേക്ക് നമ്മൾ ഉയർത്താൻ സാധനകൾ വേണം. ക്ഷേത്രങ്ങളിൽ പോകണം, അതുപോലെ തന്നെ വീട്ടിലിരുന്ന് നാമജപം വേണം. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്?
ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? വിവേകവും വിനയവും വർദ്ധിപ്പിക്കാൻ. ഇങ്ങനെ നമ്മൾ ഉയർന്നിട്ടില്ലെങ്കിൽ ദേഹാത്മമാനിനാം, ദേഹാഭിമാനം, കുലത്തിന്റെ അഭിമാനം, അല്ലെങ്കിൽ ഞാനൊരു യുവാവാണെന്നുള്ള അഭിമാനം, ഇങ്ങനെയൊക്കെയുള്ള പണ്ഡിതനാണെന്നുള്ള അഭിമാനം, പണക്കാരനാണെന്ന അഭിമാനം, ഏതെങ്കിലും ഒരു അഭിമാനം നമ്മുടെ തലയിൽ കയറി, ഈ സോഫ്റ്റ്വെയറിൽ കയറിയിട്ട് അത് പിന്നീട് എന്ത് ചെയ്യും? സത്വാദി ഗുണവിശേഷ വികൽപ്പിത കുശലാകുശല സമാവഹാര വിനിർമ്മിത വിവിധ ദേഹാവലിപി, നമ്മളെ ഓരോ തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യിക്കും, പിന്നെ ദുഃഖിപ്പിക്കും, കരയിപ്പിക്കും, വേദനിപ്പിക്കും. ആ സംസ്കാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കും. വീണ്ടും ഇങ്ങനെ നമ്മളെ വീണ്ടും വീണ്ടും ജനന മരണാദികളിലേക്ക്, അനാദി അവിദ്യാ സംസാരം, ഇതിങ്ങനെ തുടർക്കഥയായിട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇതിൽ നിന്നൊന്ന് പുറത്തു കിടക്കണമെങ്കിൽ എന്ത് വേണം? സംസാരാടവ്യം ഗതോ നാദ്യാഭിഫുലബുഹു പ്രതിയോഗ തത്താവോപശമനിം ഹരി ഗുരുചരണാരവിന്ദ മധുകരാനുപദം ഏവരുന്തേയസ്യാമുഹവ ഏതേഷഡിന്ദ്രിയ നാമാന കർമ്മണാ ദസ്യവയേ വേദേ. ഇതെന്താ അതിനൊരു പരിഹാരമുള്ളത്? ഹരി ഗുരുചരണാരവിന്ദ മധുകരാനവധ അഭിരുന്ധേ. ആരിലേക്ക് തിരിയണം? ഇതിനുള്ള വഴി എന്ന് പറയുന്നത് ഗുരുക്കന്മാരിലേക്ക് തിരിഞ്ഞ്, സജ്ജനങ്ങളിലേക്ക് തിരിഞ്ഞ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കിയെടുക്കലാണ്. വേറെ വഴിയില്ല എന്ന് പറയുന്നത്. അപ്പൊ നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ, പഠനം എന്നുള്ളത് നമ്മളൊരു ഭാഗമാക്കി കൊണ്ട് നടക്കണം. മൈൻഡ് എവർ ഫ്രഷ് ആയിരിക്കണം. മൈൻഡിനെ എപ്പോഴും ഫ്രഷ് ആക്കി കൊണ്ട് നടന്നാൽ നിങ്ങൾക്ക് പ്രായം ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് മനസ്സൊരു ഭാരമാവില്ല. മനസ്സിനെ ഭാരമാക്കുന്നത് നിങ്ങൾ അതിനെ ഫ്രഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇതുപോലെ ചിന്മയാനന്ദ സ്വാമികൾ പറയും, ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലഷ് ഔട്ട് ചെയ്തില്ലെങ്കിൽ ആ ടോയ്ലറ്റ് വൃത്തികേടായി കിടക്കുന്ന പോലെയാണ് ഓരോ അനുഭവങ്ങളും നമ്മുടെ മനസ്സിലേറ്റി കഴിഞ്ഞാൽ അത് ടോയ്ലറ്റ് പോലെ തന്നെയാണെന്ന് പറയും അദ്ദേഹം. എന്ന് വെച്ചാൽ ആ വേണ്ടാത്തതെല്ലാം മൈൻഡിൽ ഇങ്ങനെ വന്നിട്ട് പിന്നെ അതൊന്ന് പുറത്തു കിടക്കാൻ വളരെ പ്രയാസമായിരിക്കും. പിന്നെ അതിൽ നിന്ന് മുക്തനാവാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഹോസ്പിറ്റലുകളിൽ പോകുന്നതും സൈക്കാട്രിസ്റ്റിനെ കാണുന്നതും എല്ലാം അത് തന്നെ. പക്ഷേ ഇതിന്നൊക്കെ മുക്തി കിട്ടണമെങ്കിൽ എന്താ വഴി? ഹരി ഗുരു ചരണാരവിന്ദ മധുകരാനുവത അവരുന്തേ യസ്യാമുഹവ ഏതേ ഷഡിന്ദ്രിയ നാമാന കർമ്മണാദസ്യവ ഏവേദി. ഹരി ഗുരുചരണാരവിന്ദം, ഭഗവാന്റെ ചരണാരവിന്ദം. ഇവിടെ ഹരിയെ ആരെ കാണണം? ഗുരുവായി കാണണം. എന്ന് വെച്ചാൽ എന്താണ്? ആദ്യം തുടക്കത്തിൽ നമ്മുടെ അന്തരാത്മാവിനെ ഗുരുവായി കാണാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന ആചാര്യന്മാരിൽ നിന്നും കാര്യങ്ങളെ മനസ്സിലാക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞതൊന്നും ഇവിടെ ആവർത്തിക്കാം, അപ്പൊ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. ഈ മനസ്സ്, അതിന് ശരീരത്തോട് ചേരാൻ പറ്റും, അതിന് വേണമെങ്കിൽ പ്രാണവായുവിനോട് ചേരാൻ പറ്റും, അതിന് വേണമെങ്കിൽ സൂര്യനോട് ചേരാൻ പറ്റും, അതിന് വേണമെങ്കിൽ വെള്ളത്തിനോട് ചേരാൻ പറ്റും. ഏതിനോടും ചേരാൻ പറ്റുന്ന ഒന്നാണ് മനസ്സ്. അതിന് ആകാശത്തോട് ചേരാൻ പറ്റും. ശരീരത്തോട് ചേരുമ്പോഴാണ് ശരീരത്തിൻ്റെതായ പ്രായവും പ്രശ്നങ്ങളും ആരെ അലട്ടുക? മനസ്സിലകട്ടെ. ഇനി നിങ്ങൾ ഒന്ന് പ്രാണവായുവിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങളുടെ മനസ്സിനെ. ഞാൻ നേരത്തെ നിങ്ങളോട് തുടക്കത്തിൽ പ്രാണവായുവിലേക്ക് ശ്രദ്ധിക്കാൻ പറയുമ്പോൾ ആ സമയത്ത് നിങ്ങൾ സ്വയം ചോദിക്കുന്ന മനസ്സിനോട്, നിന്റെ പ്രായം എത്രയാണ് മനസ്സേ? ശ്വാസത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിനോട് ചോദിക്കുക, എത്രയാണ് പ്രായം? പ്രായമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇനി മനസ്സിനോട് ചോദിക്കുക, നിനക്ക് രോഗമുണ്ടോ മനസ്സേ? ഉണ്ടോ? എന്തുകൊണ്ടില്ല? ശരീരത്തോട് ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, പ്രായമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ പ്രായമില്ലേ? രോഗമുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ രോഗം ആർക്കുണ്ട്? മനസ്സിനുണ്ട്. എന്നാൽ വായുവിലേക്ക്, പ്രാണവായുവിലേക്ക് ചേർത്ത് വെച്ചാലോ പ്രായമുണ്ടോ? എന്തുകൊണ്ടില്ല? കാരണം ശ്വസിക്കുന്ന വായുവിന് പ്രായമില്ല, ശ്വസിക്കുന്ന വായുവിന് രോഗമില്ല, ശ്വസിക്കുന്ന വായുവിന് വലിയവനെന്നും ചെറിയവനെന്നുമില്ല, ശ്വസിക്കുന്ന വായുവിന് വീണ്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലതെന്നും ചീത്തതെന്നുമില്ല. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതിലേക്ക് ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞാൽ മനസ്സിന് പ്രശ്നങ്ങളിൽ നിന്ന് മുക്തരാവാൻ പറ്റില്ലേ? ഇനി നിങ്ങൾ സൂര്യനിലേക്ക് ശ്രദ്ധ വെച്ച് നോക്കൂ. മനസ്സ് ദുഃഖമുള്ളതായിരിക്കുമോ? ഇരുണ്ടതായിരിക്കുമോ? അന്ധകാരം നിറഞ്ഞതായിരിക്കുമോ? ആണോ? അല്ല. പ്രകാശമുള്ള, തേജസ്സാർന്ന, കത്തിജ്വലിക്കുന്ന, തനിക്കും മറ്റുള്ളവർക്കും പ്രകാശം ചൊരിയാൻ പറ്റുന്ന ഒരു ശക്തിവിശേഷമാക്കി ഇതിനെ മാറ്റാൻ പറ്റും. ഇതുകൊണ്ടായിരിക്കാം നമ്മുടെ പൂർവികന്മാര് രാവിലെ എണീറ്റ് കുളത്തിലോ
അല്ലെങ്കിൽ പുഴയിലോ പോയി സൂര്യനെ നോക്കി ഗായത്രി ജപിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ ശ്രദ്ധ ശരീരത്തിൽ നിന്നും സൂര്യനിലേക്ക് വന്നു. ആ തേജസ് അവരെ മനസ്സ് ഉൾക്കൊണ്ടു. അപ്പൊ അവരുടെ മനസ്സ് ബുദ്ധി പ്രകാശിക്കില്ലേ? അതുകൊണ്ടായിരിക്കാം അവർ ആ മന്ത്രത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ധിയോയോന്ന പ്രചോദയാൽ, എന്റെ ധീ പ്രകാശിക്കട്ടെ, എന്റെ ബുദ്ധി തേജോമയമായിരിക്കട്ടെ, മനസ്സ് കൂടുതൽ തേജസ്സായി തീരട്ടെ എന്ന്. ശരിയല്ലേ? ഇന്ന് നമുക്ക് അങ്ങനെയുള്ള സംസ്കാരങ്ങൾ ഇല്ലാത്തത് കൊണ്ടാവില്ലേ മനസ്സ് കൂടുതൽ ഡള്ളാവുന്നത്? ആണോ അല്ലയോ? ചിന്തിക്കൂ നിങ്ങൾ. അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പണ്ട് കാലത്ത് നല്ലൊരു സംസ്കാരമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാൻ അങ്ങനെ തന്നെ പ്രയാസ. ഒന്നാമത് പുഴയില്ല, ഉള്ള പുഴയില് വെള്ളമില്ല. കുളമാണെങ്കിൽ കുളാക്കി കഴിഞ്ഞു. ഒരു കുളത്തിൽ ഇനി പോയി കുളിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ആ അവസ്ഥയിലൊക്കെ ഇനിയിപ്പോൾ മാറ്റിയെടുക്കാൻ പറ്റില്ല. ബാത്റൂമിലിരുന്നാണെങ്കിൽ സൂര്യനോട്ട് കാണുകയില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ പറ്റുന്നൊരു കാര്യം, ഫ്ലാറ്റും കൂടി വന്നപ്പോ സൂര്യൻ വരുന്ന ദിക്കിലേക്കൊന്നും ജനവാതിലും ഇല്ല. ഇനി സൂര്യൻ വരുന്ന ദിക്കിലേക്ക് ജനവാതിലോട്ട് വെക്കാനും പറ്റില്ല. അവസാനം ഇപ്പം എന്തായി? മിക്കവാറും വീട്ടിൽ സൂര്യന്റെ ചിത്രം വരച്ചിട്ട് ഒരു 10,000 രൂപയ്ക്ക് ചെലവഴിച്ച് സൂര്യന്റെ ചിത്രം, ഉദിക്കുന്ന ചിത്രവും അസ്തമിക്കുന്ന ചിത്രവും, അതിന്റെ മുന്നിലിരുന്നിട്ട് ദിയോയോന പ്രചോദയാൽ പാടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്ന് നമുക്ക് പല സാഹചര്യങ്ങളെ കൊണ്ടും സാധ്യമില്ലെങ്കിലും നമുക്ക് മനസ്സുകൊണ്ട് ഭാവന ചെയ്യാലോ സൂര്യനെ, ഇല്ലേ? അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനെ ഒന്നിൽ നിന്നുള്ള ശ്രദ്ധ മറ്റൊന്നിലേക്ക് കൊണ്ടുവന്ന്, ഇനി അതിനും അപ്പുറത്തേക്കുള്ള സ്റ്റേജുകളുണ്ട്. ഭഗവാന്റെ രൂപത്തെ ധ്യാനം ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സൂര്യനെ പോലും നോക്കാൻ പറ്റില്ല എന്നുള്ളത് പൂർവികന്മാർക്ക് മനസ്സിലായതുകൊണ്ടാവും ശംഖചക്ര കഥാരൂപത്തേക്ക് കൊണ്ടുവന്നത്. എന്നാ അതിലാണെങ്കിലോ, ഇന്നാണെങ്കിൽ അതിലും അപകടമായി. കാരണം പൂജാമുറിയിൽ ശംഖചക്രം മാത്രമല്ല ഉള്ളത്, ഒരുപാട് ചക്രങ്ങളുള്ള ആൾക്കാരുണ്ട്. ഒരാളിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോഴേക്കും ചോറ്റാനിക്ക് രമ്യല്ലേ നോക്കേണ്ടത്, പോയി. ശിവനെ നോക്കുമ്പോൾ ഒരു പിടുത്തവുമില്ല. ശിവലിംഗം നോക്കണോ, അത് ഇങ്ങനെ ഇരിക്കണത് നോക്കണോ, ഇങ്ങനെ ഇരിക്കണത് നോക്കണോ, പാർവതിയുടെ കൂടെ ഇരിക്കണത് നോക്കണോ, ഓൾ ഫാമിലി ഫോട്ടോ നോക്കണോ, ആകെ കൺഫ്യൂഷൻ. ഇന്ന് ചിത്രങ്ങൾ കൂടി അതിലുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ടു. ഇനി ഇതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ ഋഷീശ്വരന്മാർക്ക് ആകാശത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇതില് ആകാശത്തില് അതിൽ നമുക്കിന്ന് സാധിക്കുമോ? അവർക്ക് അതിൽ തന്നെ മനസ്സിനെ പിടിച്ചു വെക്കാൻ സാധിക്കുമായിരുന്നു. അപ്പൊ ചിന്തകൾ ഉണ്ടാവുമോ മനസ്സിൽ? ആ മനസ്സ് എല്ലാ ചിന്തകളിൽ നിന്നും മുക്തമായതാവും. അതിന് പ്രായമില്ല, അതിന് ജനനമില്ല, അതിന് മരണമില്ല, അതിന് ഒരു അവസ്ഥയുമില്ല. അതെപ്പോഴും എവർ ഫ്രഷ് ആ അവസ്ഥയിൽ ഇരിക്കാൻ സാധിക്കുമായിരുന്നു. അവർക്ക് കൂടുതൽ മാനസികമായി ഊർജവും ഉണ്ടായിരുന്നു. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത് നാം സൂക്ഷ്മത ചിന്തിക്കുമ്പോഴാണ്. നിങ്ങൾ ഡെയിലി മെഡിറ്റേഷൻ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ചുള്ള ക്ലാരിറ്റി വളരെ കൂടുതലായിരിക്കും. ഈവൻ ഞാൻ പല ഡോക്ടർമാരുടെ എക്സ്പീരിയൻസിൽ, അവർ നമ്മളായിട്ട് വളരെ പരിചയമുള്ള ഡോക്ടർമാർ, ചില ഡോക്ടർമാർ നമ്മളോട് പറയാറുണ്ട്, മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, തുടങ്ങി പ്രാക്ടീസ് ചെയ്തതിനു ശേഷം രോഗി മുന്നിൽ വന്നാൽ പോലും ആ രോഗിയുടെ രോഗം അവർ പറയാതെ അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ രോഗി പറയേണ്ട ആവശ്യമില്ല, അവരുടെ പ്രസൻസിൽ പറയാൻ പറ്റും ഇതാണ് രോഗം. മനസ്സിന്റെ കോൺസെൻട്രേഷനാണ്. അന്ധന്മാരായിട്ടുള്ള എത്രയോ വൈദ്യന്മാരുണ്ടായിരുന്നു പണ്ട്. ഞാൻ കേട്ടിട്ടുള്ളൊരു വൈദ്യനുണ്ട്, ജീവിച്ചിരുന്നൊരു മഹാനാണ് അദ്ദേഹം. ആത്മീയമായി വളരെ ഉയർന്നൊരു മഹാനായിരുന്നു. ഒരു പക്ഷേ ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. സ്വാമി ചിന്മയാനന്ദജിയുടെ ഗുരുവുണ്ട്, നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും, സ്വാമി തപോവന മഹാരാജ്. അദ്ദേഹത്തിന് ആധ്യാത്മികമായ പല ഉൾക്കാഴ്ചകളും പറഞ്ഞു കൊടുത്ത ഒരാളുണ്ട്. പാലക്കാടായിരുന്നു അദ്ദേഹം. അന്ധനാണ് അദ്ദേഹം, കണ്ണേയില്ല അദ്ദേഹത്തിന്. അദ്ദേഹം ഒരു വശത്ത് വളരെ ആത്മീയമായി ഉയർന്ന ഒരാളും മറുവശത്തെ ഒരു വിഷവൈദ്യനുമായിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം പറയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോട്, ഇന്ന് വടക്കു ഭാഗത്തുനിന്ന് ഒരു ഫാമിലി വരും, ഒരു 11 മണിക്ക് വരും, അവരെ ഇവിടെ കടത്തിക്കോളൂട്ടോ എന്ന്. അത് നമുക്ക് മാറ്റാൻ പറ്റുന്ന അസുഖമാണ്, പാമ്പ് കടിച്ചിട്ട് കൊണ്ടുവരികയാണ്. ചിലപ്പോൾ അദ്ദേഹം പറയും, ഇന്നുണ്ടല്ലോ കിഴക്കുന്നൊരു കൂട്ടർ വരുന്നുണ്ട്, ഇങ്ങോട്ട് ഗേറ്റ് കയറണ്ട പറയുമെന്ന്, കാര്യമില്ല എന്ന് പറയും. അപ്പൊ അവിടെ ഒരു പാമ്പ് കടിച്ചിട്ടുണ്ടെന്നും അവിടുന്ന് ഒരാളെ കൊണ്ടുവരണമെന്നും ഒക്കെ ഇദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലായി? ദൈവം വന്ന് പറഞ്ഞു കൊടുത്തു. നമ്മുടെ മനസ്സിനുള്ള ഒരു പ്രത്യേകത, മനസ്സിന് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും ഒപ്പിയെടുക്കാനുള്ള കഴിവുണ്ട്.
നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളുടെ മനസ്സ് പോലും നമുക്ക്, ആ ചിന്തകൾ പോലും ഒപ്പിയെടുക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അത് ഒപ്പിയെടുക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് അത്രയും സുതാര്യമായിരിക്കണം, നേർമായിരിക്കണം. അത് വളരെ 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 സൂക്ഷ്മമായിരിക്കണം. അങ്ങനെ നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാലല്ലോ ക്രമേണ ക്രമേണ നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ നമ്മുടെ മനസ്സിന് സ്വയം സാധിക്കുന്നു പറയണം. അത് അഭ്യസിച്ച് വരണം. അങ്ങനെ നമ്മൾ അഭ്യസിച്ചാൽ ഗുരുവായി ഭഗവാനെ എടുത്തുകൊണ്ട് ആചാര്യന്മാരിൽ നിന്ന് പലതും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഉയരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പറയണു, തത് യഥാ പുരുഷസ്യതനം കിഞ്ചിൽ ധർമ്മോപികം ബൃഹുകൃശ്യാദിഗതം സാക്ഷാൽ പരമപുരുഷാരാധന ലക്ഷണോ യോസോ ധർമ്മസ്ഥം തു സമ്പരായ ഉദാഹരന്തി. നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ധനം. നമ്മുടെ ധനം എന്ന് പറയുന്നത് ഈ ശരീരവും മനസ്സുമാണ്. ഇതെന്തിനാ തന്നിരിക്കുന്നത്? പരമപുരുഷാരാധന ലക്ഷണോ. ഈ ശരീരം കൊണ്ട് വേണം ആരെ ഉയർത്താൻ? ഈ ശരീരം കൊണ്ട് തന്നെ വേണം മനസ്സിനെ ഭഗവാനിലേക്ക് ഉയർത്താൻ. അതെന്താണത്? കാരണം മൃഗങ്ങളുടെ ശരീരം കൊണ്ട് ഒരിക്കലും അവരുടെ മനസ്സിനെ ആരിലേക്ക് ഉയർത്താൻ പറ്റില്ല? ഭഗവാനിലേക്ക് ഉയർത്താൻ പറ്റില്ല. അതെന്താ വ്യത്യാസം? കാരണം മൃഗങ്ങൾക്ക് മനസ്സുണ്ട്, അവരുടേതായ ബുദ്ധിയുണ്ടെങ്കിലും മനസ്സിനെ മനസ്സിലാക്കാനുള്ള ബുദ്ധി, മനസ്സിന് പിന്നിലുള്ള ശക്തിയെ മനസ്സിലാക്കാനുള്ള ബുദ്ധി മൃഗങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ശരീരം കിട്ടിയിട്ട് ആ ശരീരത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പറയുന്നു, നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെ നശിപ്പിക്കലായിരിക്കും. അതുകൊണ്ട് സങ്കല്പ്യ വ്യവസായ ഗൃഹഗ്രാമ്യോപഭോഗേന കുനാദസ്യാലതിതാത്മനോ യഥാ സ്വാർത്ഥസ്യ വിലുംബന്തി. ഈ ശരീരത്തിലിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ, അതിനെ ഗ്രാമം എന്ന് പറയും. ഗ്രാമം എന്ന് പറഞ്ഞാൽ അർത്ഥം, നമ്മൾ വില്ലേജ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് 5 ആളുകൾ കൂടിച്ചേർന്ന് ഒരു സഭ, അതിനെയാണ് അത്രേ ഗ്രാമം എന്ന് പറയുക. 5 ആളുകൾ. പണ്ടത്തെ ഗ്രാമം എന്ന് പറഞ്ഞാൽ 5 ആളുകൾ താമസിക്കുന്നതല്ല, അതിൽ താമസിക്കുന്ന ആളുകളിൽ 5 പ്രധാനികളാണ് ആ ഗ്രാമത്തിൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ 5 ആളുകൾ ചേർന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ, അന്ന് അതിനെ ഗ്രാമം എന്ന് വിളിച്ചപ്പോ നമ്മുടെ ശരീരത്തിലും ഗ്രാമം എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കണം, ഇന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയങ്ങൾ. ഈ 5 ഇന്ദ്രിയങ്ങളെയൊക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ, സ്വാർത്ഥത കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുത്തി ജീവിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല യത്ര കൗടുംബികാധാരാപത്യാദയോ നാംന കർമ്മണാ മൃഗസൃഗാല ഏവാനിച്ചതോപി കതരസ്യ കുടുംബിനാം പുരണ കവിത സംരക്ഷമാണം വിഷദോ വിഹരന്തി. നമ്മൾ അറിയുന്നില്ല നമ്മുടെ ഈ മനസ്സെന്ന് പറയുന്നത് ഏതുപോലെയാണ്? മൃഗസൃഗാല എന്നാണ്. അതായത് കോഴിയെ കുറുക്കനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന പോലെയാണ്. കോഴിയെ കുറുക്കനോട് പറയാണ്, നീ നന്നായി നോക്കിക്കോളണം കേട്ടോ എന്ന്. ആരെയെ കൊടുത്തത്? കുറുക്കന് കോഴിയെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതുപോലെ നമ്മൾ വീട്, പണം, സൗകര്യങ്ങള്, ഇതിനൊക്കെ നമ്മുടെ ശരീരത്തെ അങ്ങോട്ട് വിട്ടുകൊടുത്താൽ, നിങ്ങൾ ഇതിനെ സന്തോഷിപ്പിച്ചോളൂ എന്ന് പറഞ്ഞാൽ, ഈ സാധനങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നാം അറിയുന്നില്ല. ആർക്കാ വിട്ടുകൊടുക്കുന്നതെന്ന് അറിയോ? കാലമാകുന്ന കാലന്റെ കൈകളിലേക്കാണ് കൊടുക്കുന്നത്. അപ്പൊ അതിനൊക്കെ നമ്മുടെ ശരീരം നമ്മൾ വിട്ടുകൊടുത്താൽ കുറെ കഴിഞ്ഞാൽ നമ്മൾ പറയും, വഞ്ചിതോഹം മഹാരാജ, ഞാൻ വഞ്ചിതനായി തീർന്നു. ഞാൻ വിചാരിച്ചു ഇതൊക്കെയാണ് സുഖം എന്നുള്ളത്, മരണത്തിലേക്കാണ് ഇവരെന്നെ നയിക്കുന്നത് എന്നുള്ളത് ആദ്യമൊന്നും നമ്മളാരും അറിയുന്നില്ല. അതുകൊണ്ട് ഇപ്രകാരം നമ്മുടെ ജീവിതത്തെ നമ്മൾ മരണത്തിന് വിട്ടുകൊടുക്കേണ്ടതല്ല. കാരണം കൃഷ്യമാണവിദ്യുത ബീജം ക്ഷേത്രം പുനരേവാഹാപനകാലേ ഗുൽമത്രണവീരുദ്ഭീകരമേവ ഭവത്യേവമേവ ഗൃഹാശ്രമ കർമ്മക്ഷേത്രം യസ്മിന്നഹി കർമാണി ഉത്സദന്തി യഥയം കാമരന്തയേശവസ്ഥ. ഈ ജീവിതമുണ്ടല്ലോ, കുടുംബ ജീവിതം എന്ന് പറയുന്നത്, അത് നമ്മൾ വിചാരിക്കും ഗൃഹാശ്രമ കർമ്മക്ഷേത്രം, കർമ്മം ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ധർമ്മം ചെയ്തുകൊണ്ട് ഭാര്യയെ പോറ്റുന്നു, മക്കളെ പോറ്റുന്നു. ഇതിലപ്പുറമൊക്കെ എന്തിനാ ചെയ്യേണ്ടത്? മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് പറഞ്ഞയക്കുന്നു. അവര് എന്നെ നോക്കും ഭാവിയിൽ, പിന്നെ എനിക്ക് എന്താ പ്രശ്നമുള്ളത്? എനിക്ക് സുഖമായിട്ട് മരിക്കാം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അങ്ങനെ നമ്മളെ കർമ്മരന്തയേശ, കാമരന്ത, കാമമാകുന്ന ഒരു കെട്ടിൽ നമ്മളെ കെട്ടിയിടുകയാണെന്ന് പറയാണ്. നമ്മൾ അറിയുന്നില്ല ഇത് നമ്മളെ വഞ്ചനയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന്. ഇത് മാത്രമല്ല നമ്മുടെ ജീവിതം. കാരണം അവിദ്യ കാമകർമ്മഭി ഉപഗത്തമനസ്യാരപന്നാർത്ഥം നരലോകം ഗന്ധർവനഗരം ഉപപന്നമിതി. ഈ ശരീരം
പല നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ പല പല അനുഭവങ്ങളും അനുഭവിക്കാൻ സാധിച്ചേക്കാം. എങ്കിലും എന്തെല്ലാം ചെയ്താലും മിഥ്യാദൃഷ്ടി അനുപശ്യതി എത്ര ക്വചിത ആബോധക ഖനിവാൻ വിഷയാൻ ഉപധാവന്തി പാനബോധന വിവായാധി വ്യസനം തുടങ്ങി നമ്മുടെ ജീവിതത്തെ കുറേ സുഖങ്ങളൊക്കെ അത് തരും. പിന്നീട് അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാൻ അതിന് സാധിക്കും. നമ്മളെ കാഴ്ച നമ്മൾ നഷ്ടപ്പെടുത്തും. കാഴ്ച നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ. ഏത് കാഴ്ച? ഭൗതികമായൊരു കാഴ്ച. നമുക്ക് ഭൗതികവും വേണം, ആത്മീയവും വേണം. ഒരു വീട്, കുടുംബം ഇതൊക്കെ ആവുമ്പോൾ അവരിലും നമ്മൾ മനസ്സ് വെക്കണം. എന്നാൽ അതേസമയം നമ്മുടെ മനസ്സിനെ നമുക്ക് അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കണം. ഏത് ജീവിയെ പോലെ? ആമയെ പോലെ. ഇതൊരിക്കലും മറക്കരുത്. ആമ എന്നുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നൊരു ഉദാഹരണമാണ്. ആമയുടെ ഉദാഹരണം എപ്രകാരമാണോ രാമ ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോയി ആ ഇന്ദ്രിയങ്ങളെ അകത്തേക്ക് കൊണ്ടുവരുന്നത്, ഇതുപോലെ അല്ലെങ്കിൽ നമ്മൾ ഭൗതികമായുള്ള കാഴ്ചകളിൽ മാത്രമാണെങ്കിൽ നമ്മുടെ മനസ്സ് അതിലൊക്കെ സുഖം കാണും. പക്ഷെ നമുക്ക് ഈ ചിന്തകൾ നമ്മുടെ ഉള്ളിലങ്ങനെ നമ്മൾ അടിഞ്ഞുകൊണ്ട് നടക്കും. നിങ്ങൾ പുറമേ പോകുമ്പം ആ ചിന്തകളൊക്കെ നിങ്ങൾ വീട്ടിൽ വരുമ്പോഴും ഉണ്ടാവും, വീട്ടിലുള്ള ഇടപഴകലിലും അതൊക്കെ ഉണ്ടാവും, ഉറങ്ങുമ്പോഴും അത് തന്നെ വരും. പിന്നെ നമുക്ക് ആ ചിന്തകളിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്ത വിധത്തിൽ അത്രയും നമ്മൾ ചിന്തിച്ച് അതിന്റെ ലെയർ കൂട്ടി പിന്നെ നമ്മൾ ആത്മീയത കേൾക്കുമ്പോണ്ടല്ലോ ഇതൊന്നും ആയിരുന്നില്ല, ഇതിനൊക്കെ അപ്പുറത്തേക്ക് മനസ്സ് കടക്കേണ്ടതായിരുന്നു എന്ന് പറയുമ്പോൾ, പക്ഷെ ലെയറിന്റെ ശക്തി കൂടുന്തോറും പിന്നെ നമുക്കതിലേക്ക് കടക്കാൻ പ്രയാസമാണ്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇതൊക്കെ പറയാൻ എളുപ്പമാണ് സ്വാമി, വളരെ വളരെ പ്രയാസമാണ്. എന്തുകൊണ്ടാണ് പ്രയാസം? മറ്റേതിന്റെ ലെയർ വളരെ കൂടുതലാണ് കിടക്കണത്. ഇനി അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രയാസമുണ്ട്. എന്നാലും അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ, ക്രമേണ ലെയറുകൾ അഴിക്കാൻ പറ്റും. അത് വളരെ രസകരമായി രാമകൃഷ്ണ പരമഹംസർ പറയും, ഓട്ടുപാത്രം കഴുകുന്നത് പോലെ പറയും. എന്താ ഈ ഓട്ടുപാത്രം കഴുകല്? അത് ക്ലാവ് പിടിച്ച് അവിടെ കിടക്കുമ്പോൾ ആ ക്ലാവ് പിടിച്ചതിനെ നമ്മൾ കഴുകി കുറച്ചൊന്നും കഴുകിയാൽ പോരെ, അല്പം ഒരു 2-3 ദിവസങ്ങൾ അടുപ്പിച്ച് കഴുകിയാൽ അതിന്റെ ലെയറുകൾ പോവും, ഇല്ലേ? അതിനെ ശുദ്ധീകരിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കണം. എന്നാൽ നമുക്ക് 2 കാഴ്ചകൾ കിട്ടും. ഒന്ന്, ലൗകികമായ ചിന്തകളും നമ്മൾ കൊണ്ടു നടക്കണം, ഒന്ന് ആത്മീയതയും കൊണ്ടു നടക്കണം. ഇത് രണ്ടും നമുക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചാൽ പറയണു ഈ ജീവിതം നമുക്ക് ധന്യമാക്കിയെടുക്കാം. അതുകൊണ്ട് അങ്ങനെ ധന്യമാക്കിയെടുത്ത മഹാത്മാക്കളുടെ പുണ്യഭൂമിയിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ആർഷഭസ്യേഹ രാജശ്രേ മനസാഭി മഹാത്മന നാനുവത്നാകസി നൃപോ മക്ഷികേവ ഗരുത്മതാം. എപ്രകാരം ഇവിടെ ഭരതന്റെ മാർഗത്തെ മനസ്സിലാക്കാൻ വളരെ 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 പ്രയാസകരമാണ്. കാരണം അദ്ദേഹത്തെ പോലുള്ള മഹാത്മാക്കള് യേ ദുസ്ത്യജൻ ദാരസുതൻ സുഹൃദ്രാജ്യം ഹൃദി സ്പൃശ ജഹോ യുവൈവ മലവൽ ഉത്തമ ശ്ലോകലാലസാം. എല്ലാവർക്കും വളരെ പ്രയാസകരമാണ്. ദുസ്തജൻ ദാരസുതാൻ സുഹൃദ്രാജ്യം ഹൃദി സ്പൃശ ജഹോ. ഭാര്യ, മക്കള്, വീട്, ഈ സമ്പത്ത് ഇതെല്ലാം മനസ്സിൽ നിന്ന് വിട്ടുകൊണ്ട് ഉത്തമ ശ്ലോകലാലസാം, മനസ്സിൽ ആരെ ലാലിപ്പിച്ചു? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അങ്ങനെ ഒരു മനസ്സിനെ വാർത്തെടുക്കാൻ സാധിച്ച ഭരതന്റെ ഭൂമിയിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. നമുക്ക് ഭാരതം എന്ന പേര് ഈ ഭൂമിക്ക് വെച്ച രാജാവ് അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങളിൽ ഇങ്ങനെയായിരുന്നു. ഭാര്യയുടെയും മക്കളുടെയും കുടുംബത്തിന്റെയും സമ്പത്തിന്റെയും ചിന്തയിൽ ഇവിടെ എത്രയോ മുഗളന്മാര് ഭരിച്ചു. സമ്പത്തിന്റെ മുകളിൽ സമ്പത്ത് കുമിച്ചുകൂട്ടിയിട്ട് അതിന്റെ മുകളിൽ കടന്ന് ധീരരായി മരിച്ചവരുണ്ട്, ജയിലിൽ കടന്ന് മരിച്ചവരുണ്ട്. ഒരു മുഹമ്മദ് ഗസ്നിയുടെ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു മുഹമ്മദ് ഗോറിയുടെ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അലക്സാണ്ടർ ചക്രവർത്തിയുടെ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അദ്ദേഹം ലോകം മുഴുവൻ കീഴടക്കാൻ വേണ്ടി ഭാരതത്തിൽ വന്നു അത്രേ. അങ്ങനെ ഭാരതത്തിന്റെ ഓരോ പ്രദേശവും കീഴടക്കുന്ന സമയത്ത് ആരോ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് തപസ്സികളുടെ ഭൂമിയാണ്, മനസ്സിലാക്കണമെന്ന്. അപ്പൊ എന്നാ ഒരു തപസ്സിയെ പോയി കാണാം. എവിടെയൊരു തപസ്സി എന്ന് കാണാൻ സാധിക്കുക? അപ്പൊ ഇദ്ദേഹത്തിനെ കൊണ്ടുപോയി ഹരിദ്വാറിൽ ചെന്നപ്പോൾ പരിപൂർണ്ണ നഗ്നനായിട്ടൊരു സ്വാമി അവിടെ കിടക്കണം.
എല്ലാവരും ഇദ്ദേഹത്തെ കണ്ട് ആദരപൂർവ്വം ചാടി എണീറ്റ് അലക്സാണ്ടർ ചക്രവർത്തിയെ നമസ്കരിക്കുന്നവരാണ്. ഈ സന്യാസി വരെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഉടനെ തന്നെ മന്ത്രി എന്നിട്ട് പറഞ്ഞു, തേ എണീക്കടോ എന്ന് ഈ മഹാത്മാവിനോട്.